എനിക്ക് കണ്ടിട്ട് മനസ്സിലായെങ്കിലും തിരിഞ്ഞില്ല. എന്റെ പോലെ എന്റെ ബിന്ദു വയ്യണ്ട. എന്റെ ബിന്ദുവിന്റെ പുറത്തെ കണ്ട് വിളിച്ച് വീണുമോനെ, എന്റെ മോനെ, എന്റെ ബിന്ദു ചതഞ്ഞു പോയി മോനെ, എന്റെ ബിന്ദു ചതഞ്ഞു പോയി മോനെ. എന്റെ മകളെ ആശുപത്രി കൊണ്ടുപോയതാണ്, അവളുടെ മകളെ കൊണ്ടുപോയാണേ. എന്റെ മകളെ ചതഞ്ഞു പോയി മോനെ. മക്കളെ, എന്റെ മോനാ, എന്റെ കുഞ്ഞ് ചതഞ്ഞു പോയേ. എന്റെ കുഞ്ഞ് ചതഞ്ഞു പോയി. എന്റെ കുഞ്ഞ് അരഞ്ഞ് ഇനി ഒന്നും ബാക്കിയില്ല, ഒന്നും ബാക്കിയില്ല. 9:00 ഞാൻ വിളിക്കുമ്പോ തുടങ്ങി അവള് ഫോണെടുത്തില്ല. 11:30 വരെ ഞാൻ വിളിച്ച് ഫോണെടുത്തില്ല. അത്രയും നേരം അവളെ മണ്ണിനടി കിടക്കുമായിരുന്നേ. അവൾ അത്രയും നേരം മണ്ണിനടി കിടക്കുമായിരുന്നേ. എന്റെ മോനാമ്മച്ചി, എന്റെ കുഞ്ഞ് പോയേ. എന്റെ വീട്ടിൽ അവളാണ് 2 കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ച് എന്റെ ആരെന്നും പറിച്ച് നടക്കുവാണേ. തുണിക്കടയിൽ പോയാൽ എന്ത് കിട്ടാനാ? ഞാനും കിട്ടുന്നത് എനിക്ക് പെൻഷൻ കിട്ടും, അതും കൊടുക്കും. അവൻ വല്ലപ്പോഴും ഏതൊരു പണിയൊന്നുമില്ലേ, അവൻ വല്ല കിളയ്ക്കാനോ പറക്കാനോ ഒക്കെ അവൻ പോകും. അവൻ പറയും ഏത് തീട്ടം കോരിയാലും വേണ്ടില്ല, എനിക്ക് കാശ് കിട്ടും എന്നും പറഞ്ഞ് അവൻ പോകും. ഞാൻ പറഞ്ഞ് കിളയ്ക്കാനൊന്നും പോലെ മോനെ, എന്നമ്മ എൻ്റെ കൊച്ചുങ്ങൾക്ക് കാശ് കൊടുക്കാൻ അവൾ വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ കിളയ്ക്കാൻ പോകും. ചേനയുടെ ചുവട് ചെത്താൻ പോകണം. ചേനയ്ക്ക് മണ്ണിടാൻ പോകണമ്മ, വാഴയ്ക്ക് മണ്ണിടാൻ പോകണം. എനിക്ക് കൊച്ചു കാശ് കിട്ടുള്ളെങ്കിലും വല്ലതും കിട്ടും. എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ പൊന്ന് താറന്മാരെ, എൻ്റെ 2 കുഞ്ഞിനെ പച്ച പിടിപ്പിക്കാൻ വേണ്ടി നടന്ന മകളാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? വയസ്സ് ഞാൻ എന്ത് ചെയ്യും മക്കളെ? എന്റെ വയസ്സ് എന്ത് ചെയ്യും മക്കളെ? എന്റെ വയസ്സ് ഞാൻ എന്ത് ചെയ്യും? എന്റെ കുഞ്ഞുങ്ങളെ ചെറുക് പിടിപ്പിക്കാൻ എന്ത് ചെയ്യും ഞാൻ? ഞങ്ങൾക്കൊരു വഴി, എനിക്കൊരു വഴിയില്ല. വഴിയില്ല. അവള് പറയും അമ്മ ഇല്ലാത്തൊന്നും ആരോടും പറയല്ലേ അമ്മ, വഴിയിലാരോടും പറയല്ലേ, ആരോടൊന്നും പറയല്ലേ, ഇല്ലാന്നൊന്നും പറയല്ലേ, ഇല്ലാന്നൊന്നും പറയല്ലേ.